പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഇന്ന് വലിയ നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ വലിയ നോയമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശാലോം ടെലിവിഷൻ 50 ദിവസത്തെ നോയമ്പ് ധ്യാന ശുശ്രൂഷ ഇന്ന് ഉദ്യതൻ്റെ പാതയിൽ എന്ന ശുശ്രൂഷയായി നമ്മൾ ആരംഭിക്കുന്നു. ഈ 50 ദിവസം നോയമ്പുകാല ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് യേശുവിലൂടെ പിതാവ് ഒരുക്കിയ രക്ഷ സ്വീകരിക്കുവാനുള്ള വലിയ അവസരമായി ഇതിനെ മാറ്റാൻ വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ഒരു നിമിഷം കണ്ണുകളടച്ച്, എവിടെയായിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ 50 ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഈ ശുശ്രൂഷ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ശാലോം ടീമംഗങ്ങളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നോയമ്പ് കാലഘട്ടം ആരംഭിക്കുന്നത് വിഭൂതിയോടുകൂടിയാണ്. സീറോ മലബാർ സഭാ പാരമ്പര്യമനുസരിച്ച് വിഭൂതി തിങ്കളായിട്ടും, നമുക്കറിയാം ലാറ്റിൻ ക്രമപ്രകാരം വിഭൂതി ബുധനായിട്ടും ഒരേ ചൈതന്യത്തിൽ നമ്മൾ ഈ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദേവാലയത്തിൽ പോയി ഇതാ കുരിശു വരച്ചുകൊണ്ട്, ചാരം പൂശിക്കൊണ്ട്, കരിക്കുരിശ് വരച്ചുകൊണ്ട് നോയമ്പ് കാലഘട്ടം ആരംഭിക്കുക എന്നത്. പണ്ടൊക്കെ നമ്മൾ വിഭൂതി ബുധൻ അല്ലെങ്കിൽ വിഭൂതി തിങ്കൾ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ടൊരു ചിന്ത, കുട്ടികളുടെയൊക്കെ പ്രധാനപ്പെട്ട ചിന്ത, എങ്ങനെയായിരിക്കും നമ്മുടെ ശിരസിൽ കുരിശുവര വരുന്നത്? മിക്കവാറും അച്ഛന്മാരുടെ കുരിശുവര കഴിയുമ്പോൾ ഒരു ഷെയ്പ്പില്ലാത്ത കുരിശായിരിക്കും നമ്മുടെ എല്ലാവരുടെയും നെറ്റിയിൽ. പിന്നീട് അത് മായ്ച്ചു കളഞ്ഞിട്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ വളരെ കൃത്യമായിട്ട് ഈർക്കിലിയൊക്കെ വച്ച് വളരെ കൃത്യമായിട്ട് വടിവത്ത കുരിശു വരയ്ക്കുന്ന രീതി നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ ഓർമ്മയിലുള്ളൊരു രീതിയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുരിശു വരച്ച് നെറ്റിയിൽ ചാരം പൂശി നമ്മൾ ഈ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബൈബിളിൽ പലയിടങ്ങളിലും ഇതിൻ്റെ ചില സൂചനകൾ കിടപ്പുണ്ട്. എസ്തേറിൻ്റെ പുസ്തകം 10-ാം അധ്യായം 2-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: അവൾ വസ്ത്രാഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും വസ്ത്രം ധരിച്ച് വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തലമൂടി ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തി അലങ്കരിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരഭാഗങ്ങൾ താറുമാറായ തലമുടി കൊണ്ട് അവൾ മറച്ചു. ശ്രദ്ധിക്കുക, എസ്തേർ വിലയേറിയ വസ്ത്രങ്ങൾ മാറ്റി, സുഗന്ധ ദ്രവ്യങ്ങൾ മാറ്റി. എസ്തേർ ചെയ്ത കാര്യം, അവളുടെ തല അവൾ ചാരവും ചാണകവും കൊണ്ട് അവൾ മൂടി. എസ്തേർ ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി ചെയ്ത കാര്യം, അവളുടെ ശിരസ് ചാരവും ചാണകവും കൊണ്ട് അവൾ മൂടിയെന്ന് വ്യക്തമായിട്ട് വചനം പറയുന്നു. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, സഭ എന്തോരം കരുണയാണ് നമ്മളോട് കാണിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്, ഈ വിഭൂതിയിൽ ഈ ഭസ്മം അല്ലെങ്കിൽ ഈ ചാരം പൂശുന്നതിന് പകരം തലയിൽ ചാണകം പൂശുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ചാണകം കൊണ്ട് കുരിശു വരയ്ക്കുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എസ്തേർ ചെയ്ത കാര്യം ഇതാണ്. എസ്തേർ തലയിൽ ചാണകവും ചാരവും പൂശി എന്ന് വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ,
എന്തിനാണ്? രണ്ട് കാര്യങ്ങൾ നമ്മളെ ഈ ശുശ്രൂഷ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ നമ്മുടെ ശിരസിൽ നിന്ന് ചാരം പൂശിയപ്പോൾ, അല്ലെങ്കിൽ ചാരം പൂശുമ്പോൾ, നമ്മൾ ഇതൊരു ദിവസം കൊണ്ട് അവസാനിക്കേണ്ടതല്ല. നമ്മളെ സഭ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. രണ്ട് കാര്യങ്ങളിലേക്കാണ് സുവിശേഷം വിരൽ ചൂണ്ടുന്നത്. ഒന്നാമത്തെ കാര്യം, മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് മടങ്ങും. മനുഷ്യ നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് മടങ്ങും. നമുക്കറിയാം, ഈ ചാരം പൂശുമ്പോൾ അല്ലെങ്കിൽ നെറ്റിയിൽ കുരിശ് വരയ്ക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഗാനം മനുഷ്യ നീ മണ്ണാകുന്നു എന്നതാണ്. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും ന്യൂനം, അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപപരിഹാരം ചെയ്തു കൊള്ളുക എന്ന ഗാനത്തോടു കൂടിയാണ് ഈ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം വളരെ നശ്വരമാണ് എന്ന് ഒന്നാമത് ഇത് ഓർമ്മിപ്പിക്കുന്നു. രണ്ട്, നമുക്കറിയാം ഇതൊരു പ്രത്യാശയാണ്. ഇതാ നിന്റെ ശരീരം നീ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഈ ശരീരം പൊടിയായിട്ട് മാറുമ്പോഴും നിന്റെ ആത്മാവിന് ഒരു വലിയ രക്ഷയുണ്ട്, ആത്മാവിന് ഒരു നിത്യതയുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ നോയമ്പ് കാലഘട്ടം പ്രത്യാശയിലേക്ക് നമ്മെ വിളിക്കുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, പ്രത്യാശയുടെ വർഷമായിട്ട് തിരുസഭ ഈ വർഷത്തെ പ്രഖ്യാപിക്കുമ്പോൾ ഈ നോയമ്പ് കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഈ നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കണം? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ സുന്ദരമായൊരു കാര്യം. 2-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനം നമ്മളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2:7 ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു: ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാഗ്രന്ഥങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അപ്പോൾ ഒന്നാമത് നമ്മളുടെ നെറ്റിയിൽ ഭസ്മം പൂശുമ്പോൾ അല്ലെങ്കിൽ ചാരം പൂശുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒന്നാമത് തിരുസഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്: നമ്മൾ വന്നത് ഈ പൊടിയിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ഈശോ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്: ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രർ എന്ന് വെച്ചാൽ നമുക്കറിയാം, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത് ഭൗതിക ദാരിദ്ര്യമാണെങ്കിൽ നമ്മളത് നല്ലതായിട്ടല്ല കാണുന്നത്. ഒരാൾ ആത്മാവിൽ ദരിദ്രനാണ്, അല്ലെങ്കിൽ അയാൾക്ക് ആത്മീയതയില്ല, ആത്മീയതയിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. എല്ലാം ഉണ്ട്, എന്നാൽ അതിലേക്ക് നോക്കി ജീവിക്കാതെ നിത്യതയെ നോക്കി ജീവിക്കുന്നു. ഇതെല്ലാം പോകും. എൻ്റെ ഈ ശരീരം, എൻ്റെ ഈ വസ്ത്രം, എൻ്റെ ഈ സൗകര്യങ്ങൾ, എൻ്റെ ഈ വീട്, ഇതെല്ലാം പോകും. ഇതെല്ലാം ഉപേക്ഷിച്ച്, എത്ര വലിയ വ്യക്തിയാണെങ്കിലും ഇതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. ഇതൊന്നും എൻ്റെ ജീവിതത്തിന് പ്രധാനപ്പെട്ടതല്ല. ഇതൊന്നും നിത്യതയിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു പിടി മണ്ണ് എൻ്റെ പെട്ടിക്ക് മുമ്പിൽ വീഴുമ്പോൾ, ഒരു ചിതയിൽ ഞാൻ ചാരമായിട്ട് തീരുമ്പോൾ, അതോടുകൂടി ഞാൻ എന്ന വ്യക്തി ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വന്തമാക്കിയ ഈ ഭൂമിയിലെ വസ്തുക്കളൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതെല്ലാം ഉപേക്ഷിച്ച്, ഇതെല്ലാം പൊടിയിലേക്ക്, ഇതെല്ലാം ചാരത്തിലേക്ക് മടങ്ങും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്ത്? ഈ ചാരം പൂശൽ. അപ്പോൾ ഒന്നാമത് മനുഷ്യനെ പൂഴിയിൽ നിന്ന്, പൊടിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുന്ന ദൈവം ഇന്ന് നമ്മളുടെ നെറ്റിയിൽ ഈ ചാരം തിരുസഭ പൂശുമ്പോൾ നമ്മളോട് തിരുസഭ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം ഇതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇതാ നീ ഏത് വ്യക്തിയാണെങ്കിലും, എത്ര വലിയ കൊട്ടാരങ്ങളിലും, എത്ര വലിയ വാഹനങ്ങളിലും, എത്ര വലിയ സൗന്ദര്യത്തിലും, എത്ര വലിയ സൗകര്യങ്ങളിലും, ആർഭാടങ്ങളിലും കഴിയുന്ന വ്യക്തിയാണെങ്കിലും ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും. ഇതാണ് പ്രിയപ്പെട്ടവരെ വിഭൂതി നൽകുന്ന ഒന്നാമത്തെ ചിന്ത. അപ്പോൾ എന്തിനാ ഞാനിത് പറഞ്ഞത്? നമ്മൾ ഇന്ന് കൂടുതലും ഓടുന്നത് ഈ ശരീരത്തിന് വേണ്ടിയാണ്.
കൂടുതൽ ഫോക്കസ് ഈ ശരീരത്തെയാണ്. കൂടുതൽ ഫോക്കസ് നമ്മൾ ചെയ്യുന്നത് ഈ മണ്ണിലേക്ക് പോകേണ്ട കാര്യത്തിന് വേണ്ടിയാണ്. കൂടുതൽ ഫോക്കസ് എൻ്റെ ഓട്ടം, രാവിലെ എഴുന്നേറ്റ് ഒരു കുർബാന കാണുന്നതിന് പകരം ഞാൻ ജിമ്മിലേക്ക് പോവുകയാണ്, നടക്കാൻ പോവുകയാണ്. അത് വേണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ എത്രയോ പ്രാധാന്യമാണ് കൊടുക്കുന്നത് ഈ പൊടിയിലേക്ക് പോകുന്ന ഈ ലോക കാര്യങ്ങൾക്ക് എന്തോരം പ്രാധാന്യം കൊടുക്കുന്നു. അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മളുടെ നെറ്റിയിൽ സഭ ഈ കരിക്കുരിശ് വരയ്ക്കുമ്പോൾ നമ്മളോട് പറയേണ്ട കാര്യമുണ്ട്. ഇതെല്ലാം വിട്ട് ഞാൻ പോകേണ്ടി വരും. ഇതാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ഇതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ പോകേണ്ടി വരും. ഇതെല്ലാം പൊടിയിലേക്ക് മടങ്ങും. എൻ്റെ ഈ ശരീരം, എൻ്റെ ഈ സൗന്ദര്യം, ഞാൻ ഉണ്ടാക്കിയത് മുഴുവനും പൊടിയിലേക്ക് മടങ്ങും. അതിനാൽ ഞാൻ ഈ ശരീരത്തിന് വേണ്ടി ജീവിക്കേണ്ടവനല്ല. ഞാൻ ഈ ലോക സൗകര്യങ്ങൾക്കും ഈ ലോക സന്തോഷത്തിനും വേണ്ടി ജീവിക്കേണ്ടവനല്ല. ഞാൻ നിത്യത നോക്കി ജീവിക്കേണ്ടവനാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ആഷ് വെൻസ്ഡേ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. രണ്ടാമത്, നമുക്കറിയാം, നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് പൊടി അല്ലെങ്കിൽ ചാരം, അത് ഒരേ പ്രതീകങ്ങളായിട്ട് വരുന്നു ബൈബിളിൽ. രണ്ടാമത് നമ്മൾ കാണുന്നത് ജോഷുവയുടെ പുസ്തകമാണ്. ജോഷുവ, നമുക്കറിയാം, ഇസ്രായേൽ ജനം പരാജയപ്പെടുന്നു. വലിയൊരു പരാജയം, വലിയൊരു തകർച്ച, വലിയൊരു വേദന ജോഷുവയുടെ ജീവിതത്തിൽ വരുന്നു. ജോഷുവയുടെ ജീവിതത്തിൽ വലിയൊരു വേദന വന്നപ്പോൾ ജോഷുവ എന്തു ചെയ്തു? ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 6-ാമത്തെ വചനം. ജനം ഭയചകിതരായി. ജോഷുവ വസ്ത്രം കീറി അവനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും ശിരസിൽ പൊടി വാരിയിട്ട് സായാഹ്നം വരെ കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടന്നു. അവനും ശ്രേഷ്ഠന്മാരും തലയിൽ പൊടി വാരിയിട്ട് കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടന്നു. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 6-ാമത്തെ വചനം. എന്തിനാണ് ഞാനിത് പറയുന്നത്? ഈ നെറ്റിയിൽ ഇന്ന് കുരിശ് വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ നിങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ദേവാലയത്തിൽ നിന്ന് ഈ ചാരം മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാകാം. ഒരു പക്ഷേ അർത്ഥത്തോടെയല്ല വരച്ചതെങ്കിൽ, ഒരു പക്ഷെ വരച്ചു കഴിഞ്ഞാണ് ഈ ശുശ്രൂഷ കാണുന്നതെങ്കിൽ, ഒരു കാര്യം ചെയ്യണം. ഇന്ന് കുടുംബ പ്രാർത്ഥനയിൽ മുട്ടുകുത്തിയിട്ട് നിങ്ങൾ തന്നെ ഇതെടുത്ത് നെറ്റിയിൽ വരയ്ക്കുമ്പോൾ നിന്റെ കുടുംബം നിൽക്കുന്നത് വലിയൊരു കണ്ണുനീരിൻ്റെ പ്രശ്നത്തിലാണ്. ജോഷുവയും ശ്രേഷ്ഠന്മാരും കണ്ണുനീരിൻ്റെ പ്രശ്നത്തിൽ നിന്നപ്പോൾ, ജോഷുവയും ശ്രേഷ്ഠന്മാരും പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നപ്പോൾ അവർ ചെയ്തൊരു കാര്യം ഇതാണ്. അവർ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ശ്രദ്ധ, ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങാൻ വേണ്ടി അവർ ചെയ്തൊരു കാര്യം, വലിയ ദുഃഖത്തിൽ, വലിയ സങ്കടത്തിൽ അവർ ചെയ്ത കാര്യം, അവർ നെറ്റിയിൽ പൊടിയിട്ടു, നെറ്റിയിൽ പൊടി വാരിയിട്ടു, ശിരസ് ചാരത്തിൽ, ശിരസ് പൊടിയിൽ അവർ താഴ്ത്തി. എന്തിനാണ് ഞാനിത് പറയുന്നത്? ഒരു പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വരും: ദൈവമേ, വലിയൊരു പ്രതിസന്ധിയിലാണ്, ചങ്ക് തകരുകയാണ് എൻ്റെ, എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കടക്കും എന്നെനിക്കറിയില്ല. അങ്ങനെ നിൽക്കുന്ന വ്യക്തിയോട് തിരുസഭ പറയുകയാണ്, ഇതാ ദൈവത്തിൻ്റെ ശ്രദ്ധ കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ പ്രതിസന്ധിയിൽ, നിൻ്റെ കണ്ണുനീരിൽ നീ കാണുവാൻ നീ ചെയ്യേണ്ട ഒരു കാര്യം. അതാണ് ജോഷുവ ശ്രേഷ്ഠന്മാർ ചെയ്തത്. ജോഷുവയും ശ്രേഷ്ഠന്മാരും ഏറ്റവും ഉന്നതര് അവർ ചെയ്ത കാര്യം, അവരുടെ ശിരസ് അവർ പൊടിയിൽ വച്ചു. എന്തിനാണ് ഇത് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ എന്താ ഞാൻ പറയുന്നത്? ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്താ പറയും? ദൈവമേ, ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ പൊടിയാണ്, ഞാൻ ഒന്നുമല്ല. എൻ്റെ ശ്രമം കൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ ഓട്ടം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതൊന്നും അല്ല കർത്താവേ ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് ഏറ്റുപറഞ്ഞ്, പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ജീവിതത്തിൽ ഇറങ്ങുവാൻ ഒരു മനുഷ്യൻ എടുക്കേണ്ട, ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു മാർഗമാണ്
തലയിൽ പൊടി തൂവുക അല്ലെങ്കിൽ തലയിൽ ചാരം പൂശുക എന്നത്. ഞാൻ ഒന്നുമല്ല. ഇത്രയും നാൾ ഞാൻ ഓടി, ഇത്രയും നാൾ ഞാൻ എന്തൊക്കെയാണെന്ന് ഭാവിച്ചു. എന്നാൽ ഇന്ന് ഈ പ്രതിസന്ധി എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഇന്ന് തകർന്നടിഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ, ഇന്ന് ഇസ്രായേൽ പരാജയപ്പെട്ടതുപോലെ ഞാൻ ജീവിതത്തിൽ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ, ദൈവമേ, ഈ നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് ഞാൻ ഏറ്റുപറയുകയാണ്, ഞാൻ ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഇതിലേക്കാണ് തിരുസഭ ക്ഷണിക്കുന്നത്. ഒരുപക്ഷെ എന്നെ ഇപ്പോൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മക്കൾ ചിന്തിക്കും, ദൈവമേ, ഇതെൻ്റെ അവസ്ഥയാണല്ലോ, ഇതെൻ്റെ ജീവിത സാഹചര്യമാണല്ലോ, ഒരു പക്ഷേ ഞാൻ വലിയ പ്രശ്നത്തിലാണ്, ഇത്രയും നാൾ ഞാൻ ആരൊക്കെയാണെന്ന് പറഞ്ഞ് ജീവിച്ചു, ഇത് എനിക്കൊരവസരം തരികയാണ്, ഞാൻ ആരുമല്ല എന്ന് കരുതി ജീവിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, അതിനാൽ ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ കടന്നു വരാൻ നമ്മൾ ആഗ്രഹിക്കുക. മൂന്നാമത്തെ കാര്യം, അപ്പോൾ ഒന്ന്, മനുഷ്യൻ നീ പൊടിയിൽ നിന്ന് വന്നതാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിൽ കടന്നു വരുവാൻ ഞാൻ ഒന്നുമല്ല എന്ന് എന്നെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം ഇതാണ്. മൂന്നാമത്തെ കാര്യം നമ്മൾ കാണും ജോബിൻ്റെ പുസ്തകത്തിൽ, ജോബിൻ്റെ പുസ്തകം 42:6. അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു, പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. ഇതാ മൂന്നാമത്തെ കാര്യം. എന്തിനാണ് ഈ നോയമ്പ് കാലഘട്ടം? ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു. ഇതാണ് നമ്മിൽ രൂപപ്പെടേണ്ട നോയമ്പ് കാല ചിന്ത. എന്നെ വെറുക്കുക. ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് പശ്ചാത്തപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ എനിക്കൊരുപാട് തെറ്റുപറ്റി. ആരും അതറിഞ്ഞിട്ടില്ല എന്നത് ശരിയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സ്വകാര്യതയിൽ ഞാൻ ഒരുപാട് പാപം ചെയ്തു. സംഗീത പുസ്തകം 32:23 ഓർമ്മിപ്പിക്കുന്നത് പോലെ പാപം വേട്ടയാടും. പാപം നിന്നെ വേട്ടയാടുമെന്ന് നീ അറിയണം. അപ്പോൾ എന്തിനാണ് ഒരു പക്ഷേ എന്നെ ഇപ്പോൾ ശ്രവിക്കുന്ന വ്യക്തികൾ ചിന്തിക്കുന്നുണ്ടാകും, ദൈവമേ, കുമ്പസാരിച്ചു ഞാൻ, ദൈവമേ, പക്ഷേ ആരും അറിയാത്ത എത്രയോ പാപമാണ് എന്നിലുള്ളത്, ആരും അറിയാത്ത എത്രയോ പാപമാണ് എന്നിലുള്ളത്. ഒരു ദിവസം വാക്കുവഴി, പ്രവൃത്തി വഴി, ചിന്ത വഴി, ഉപേക്ഷ വഴി എത്രയോ പാപം ചെയ്യുന്നു. ഒരു പക്ഷേ മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ നല്ലതായിട്ടൊക്കെ നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലൊരു പേര് നമുക്കുള്ളപ്പോഴും നമ്മളുടെയൊക്കെ സ്വകാര്യത നമുക്കറിയാം. അതിനാൽ പ്രിയപ്പെട്ടവരെ, നോയമ്പ് കാലഘട്ടം നമ്മളുടെ സ്വകാര്യതയിലേക്കൊന്ന് തിരിയേണ്ട കാലഘട്ടമാണ്. സ്വകാര്യതയിലേക്ക് തിരിയുക. എന്നിട്ട് ജോബ് എന്താ പറഞ്ഞത്? ജോബ് പറഞ്ഞു, ഞാൻ ചാരത്തിലും പൊടിയിലും കിടക്കുന്നു. എന്തിനു വേണ്ടി? ഞാൻ പശ്ചാത്തപിക്കുവാൻ വേണ്ടി. ഞാൻ പശ്ചാത്തപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പശ്ചാത്തപിക്കുന്നതിൻ്റെ അടയാളമാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? നമ്മളുടെ ശിരസിൽ ചാരം പൂശുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ നമ്മൾ രാവിലെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന അല്പം കരിയിരിപ്പുണ്ട്. എന്തിനാ ഇത് പറഞ്ഞതെന്നറിയാവോ? നിൻ്റെ സ്വകാര്യതയിലെങ്കിലും, എല്ലാവരും കാണാനൊന്നുമല്ല, നിൻ്റെ വീട്ടിൽ, നിൻ്റെ ബെഡ്റൂമിലെങ്കിലും നീ ഒന്ന് മുട്ടുകുത്തിയിട്ട്, ദൈവമേ, ഇന്നലകളിൽ ഈ പാപം എനിക്ക് വന്നു പോയല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നീ അല്പം ഭസ്മം, അല്പം കരിയെടുത്ത് നിൻ്റെ നെറ്റിയിൽ പൂശുക. ബൈബിൾ പഠിപ്പിക്കുന്ന അനുതാപത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ ഒരു വഴിയാണ് പ്രിയപ്പെട്ടവരെ അവിടെ നമ്മൾ കാണുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു പശ്ചാത്താപത്തിൻ്റെ വഴി. അപ്പോൾ അതാണ് അടുത്ത കാര്യം. അടുത്തതിലേക്ക് നമ്മൾ വരുന്ന അടുത്ത കാര്യം ഇതാണ്. നാലാമത്തെ കാര്യം, ഹെബ്രായർക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം. ഹെബ്രായർക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വായിക്കും 9:13 ഇങ്ങനെയാണ്: കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എന്ന് വെച്ചാൽ ശുദ്ധീകരണത്തിൻ്റെ, ഹെബ്രായർ 9:13 ശുദ്ധീകരണത്തിൻ്റെ ഒരു തെളിവാണ് ഭസ്മം വിതറുന്നത്. നമുക്കറിയാം, പണ്ടൊക്കെ വീട്ടിൽ, ഇപ്പോൾ നമുക്കൊരുപാട്
വാഷിംഗ് ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ പൗഡർ അല്ലെങ്കിൽ ലോഷൻസ് ഒക്കെ ഉണ്ട്. പണ്ട് ഇതൊന്നും ഇല്ലാതിരുന്നപ്പോൾ നമ്മുടെ വീടുകളിൽ അമ്മമാർ പാത്രമൊക്കെ കഴുകുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു പദാർത്ഥം ചാരമായിരുന്നു. അത് പ്യൂരിഫിക്കേഷൻ്റെ, അത് ശുദ്ധീകരണത്തിൻ്റെ അടയാളമാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ഈ ഭസ്മം പൂശുമ്പോൾ അടുത്ത ചിന്ത, ദൈവമേ എന്നെ ശുദ്ധീകരിക്കണമേ എന്നതാണ് എൻ്റെ അടുത്ത ചിന്ത. പ്രിയപ്പെട്ടവരെ, ഈ 4 ചിന്തകളിലേക്ക് എന്തിനാണ് നമ്മൾ പോയത്? ഈ 4 ചിന്തകളിലേക്ക് പോകാൻ കാരണമുണ്ട്. ഈ 4 ചിന്തകളിലേക്ക് നമ്മൾ പോകാൻ കാരണം, ഇത് പള്ളിയിൽ ഒരു ആചാരമായിട്ട് ചെയ്യേണ്ടതല്ല. ഈ നോയമ്പ് കാലഘട്ടത്തിൽ, ഈ നോയമ്പ് കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരു സംഭവം കൂടിയുണ്ട്. അത് മലാക്കി പ്രവചൻ്റെ പുസ്തകം 4:3. അവിടെ വചനം പറയുന്നു, ശത്രുക്കളെ നിനക്ക് ചാരവും പൊടിയുമാക്കും. മലാക്കി 4:3, ശത്രുക്കളെ ചാരവും പൊടിയുമാക്കും. എന്ന് വെച്ചാൽ എന്നെ വേദനിപ്പിക്കുന്നവരെ ചാരവും പൊടിയാക്കാനല്ല പറയുന്നത്. എന്നെ വേദനിപ്പിക്കുന്നവരെ അവരുടെ ശത്രുതയെ ചാരവും പൊടിയുമാക്കും. പ്രിയപ്പെട്ടവർ, എന്തിനാണ് ഞാനിത് പറഞ്ഞത്? നമ്മൾ ഈ ഒരു ആചാരമായിട്ട് ചാരം പൂശുക എന്നതല്ല, മറിച്ച് നമ്മൾ ഈ നോയമ്പ് കാലഘട്ടത്തിൽ നെറ്റിയിൽ ചാരം പൂശുമ്പോൾ ഈ 5 ചിന്തകൾ. 1, ഞാൻ പൊടിയിൽ നിന്ന് വന്നു. ഈ ലോകത്തിൻ്റെ നശ്വരതയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കേണ്ടവനാണ് എന്നെന്നോട് പറയുക. 2, ഇതാ വലിയൊരു പ്രശ്നത്തിൽ ഞാൻ നിൽക്കുന്നു. ജോഷുവ നിന്നതുപോലെ, ദൈവമേ ഞാൻ പൊടിയാണ്, ഞാൻ ഒന്നുമല്ല, നിൻ്റെ ഇടപെടൽ വേണം. അതിൻ്റെ പ്രതീകമാണ് ഈ ചാരം പൂശൽ. 3, പ്രിയപ്പെട്ടവരെ, എന്താണ് ചാരം പൂശൽ? ജോബ് പറഞ്ഞു, പശ്ചാത്താപം. ഞാൻ പശ്ചാത്തപിക്കുന്നു, എൻ്റെ കഴിഞ്ഞകാല പാപത്തെയോർത്ത് ഞാൻ അനുദപിക്കുന്നു, എൻ്റെ സ്വകാര്യത വിശുദ്ധീകരിക്കുന്നു. 4, എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നതിൻ്റെ തെളിവ്. 5, ഇതാ എൻ്റെ ശത്രുക്കളെ, അവരുടെ ശത്രുതയെ ഇല്ലാതാക്കുന്നതിൻ്റെ തെളിവ്. അതിനാൽ തുടർന്നുള്ള ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങളുടെ നെറ്റിയിലും മനസ്സുകൊണ്ട് ചാരം പൂശി ദൈവത്തിൻ്റെ കൃപയിലേക്കും സ്നേഹത്തിലേക്കും ഞങ്ങളെ വളർത്തണമേ. പ്രിയപ്പെട്ടവരെ, ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് ഈ 50 ദിവസങ്ങളിൽ നമ്മൾ ഓരോ വചനത്തിൻ്റെ അഭിഷേകം നമ്മളിൽ കടന്നു വരാൻ പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ ഈ 50 ദിവസങ്ങളിൽ 50 വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ കാരണമാകട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്ന വചനം ഇതാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വചനം. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വചനം. ഈ വചനം ഈ ദിവസം മുഴുവനും ആവർത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിലേക്ക് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ,
മറ്റാരെക്കാളും വിശ്വസ്തനായോനേ, ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങെപ്പോലെ വേറാരുമില്ലയേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനേ, ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങെപ്പോലെ വേറാരുമില്ലയേ. പ്രാണൻ പോലും ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ നോയമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തന്ന വചനവിധാണ് ജോഷുവയുടെ പുസ്തകം 3:5. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, ദൈവം നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം ചെയ്യും. ഒരു നിമിഷം നമ്മെ പൂർണ്ണമായും ഈ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വയ്ക്കാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, എൻ്റെ നാമം അനുസ്മരിക്കുവാൻ ഞാൻ ഇടവരുത്തുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ അവരുടെ അടുത്തേക്ക് വന്ന് അവരെ അനുഗ്രഹിക്കും. ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യം കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കാ 6:19 അവൻ ഇറങ്ങി അവരുടെ മധ്യത്തിൽ വന്നു നിന്നു. ഈ നിമിഷം എവിടെയെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുവോ അവിടെയെല്ലാം യേശുവിൻ്റെ സാന്നിധ്യം കടന്നു വരട്ടെ. എവിടെയെല്ലാം നിന്ന് കണ്ണുനീരോടെ യേശുവിനെ നോക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങട്ടെ. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ദൂരങ്ങളിലായിരിക്കുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് ആയിരിക്കുന്നിടങ്ങളിൽ കണ്ണുനീരോടെ നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ 50 നാളുകൾ ദൈവമേ അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 50 ദിവസങ്ങൾ ഞങ്ങളുടെ കുടുംബം ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തെ നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ നിന്റെ സ്വന്തമാക്കി മാറ്റുന്ന 50 ദിവസങ്ങളാക്കി ഈ ദിവസങ്ങളെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഈ ദിവസങ്ങളിലൂടെ, ഈ നോയമ്പുകാല ധ്യാനത്തിലൂടെ, ഉദ്ധിതൻ്റെ പാതയിൽ ഞങ്ങൾ മുന്നേറുന്നതിലൂടെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും യേശുവിൻ്റേതായിട്ട് മാറാൻ, യേശുവിൻ്റെ സ്വന്തമായിട്ട് മാറാൻ ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേൾക്കണേ
എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന. കരങ്ങൾ ഹൃദയത്തോട് നമുക്ക് ചേർക്കാം. പ്രിയപ്പെട്ടവരെ, വിഭൂതി തിങ്കൾ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഒരു പക്ഷേ ദേവാലയത്തിൽ നമ്മൾ ചെല്ലുകയും നമ്മളുടെ നെറ്റിത്തടത്തിൽ മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചാരം പൂശി കുരിശു വരച്ച് ഈ ദിവസത്തിൻ്റെ എല്ലാ ചൈതന്യവും നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, മനസ്സുകൊണ്ടൊരിക്കൽ കൂടി നമ്മളുടെ നെറ്റിയിൽ നമ്മൾ ചാരം പൂശണം. നമ്മൾ വായിക്കുന്നുണ്ട്, എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, എസ്തേർ എന്തു ചെയ്തു? എസ്തേർ രാജ്ഞി മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിലേക്ക് അവൾ ഓടി. അവൾ കർത്താവിലേക്ക് ഓടിയെന്ന് വചനം പറയുന്നു. ഇത് കർത്താവിലേക്ക് ഓടേണ്ട, കർത്താവിലേക്ക് തിരിയേണ്ട സമയമാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് വചനം പറയുന്നു, അവൾ വസ്ത്രാഡംബരങ്ങൾ ഉപേക്ഷിച്ച് ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും വസ്ത്രം ധരിച്ചു. വിലയേറിയ സുഗന്ധ വസ്തുക്കൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് അവൾ തലമൂടി. അവൾ കർത്താവിൻ്റെ മുമ്പിൽ തന്നെ തന്നെ എളിമപ്പെടുത്തി. ഇതാ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പരിശുദ്ധാത്മാവ് ഈ വിഭൂതിയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ ശിരസിൽ ചാരം പൂശുന്നത് വഴി, നമ്മുടെ ശിരസിൽ പ്രിയപ്പെട്ടവരെ കുരിശ് വരയ്ക്കുന്നത് വഴി ഒന്നാമത് നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ ഭൂമിയിലെ നമ്മളുടെ ശരീരം, ഈ ഭൂമിയിലെ നമ്മളുടെ ജീവിതം നശ്വരമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ട്, നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ ഭൂമിക്കപ്പുറത്ത്, ഈ ലോകത്തിനപ്പുറത്ത് നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു ജീവിതമുണ്ട് എന്നത് ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ നമ്മളെ പൂർണ്ണമായും നമുക്ക് ഈ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കാം. ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ ധ്യാനിക്കുകയായിരുന്നു ബൈബിളിൽ തലയിൽ പൊടി അല്ലെങ്കിൽ ചാരം പൂശുന്നതിൻ്റെ അടയാളം എന്താണ്. ഇതാ വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടു, ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്ന് സൃഷ്ടിക്കുന്നു. ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്ന് സൃഷ്ടിക്കുന്നു. അർത്ഥം ഇതാണ്, മനുഷ്യൻ പൊടിയിൽ നിന്ന് വന്നതാണ്. അതിനാൽ ഇന്ന് ചാരം പൂശുമ്പോൾ ഈ പൊടിയിൽ നിന്ന് വന്നതാണ് നീ, ഈ പൊടിയിലേക്ക് നീ മടങ്ങും. ഈ പൊടിയിൽ നിന്നാണ് നിനക്ക് രണ്ടാമതൊരു ജീവിതം ലഭിക്കുന്നത്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മളധികം പേരും ഈ പൊടിയിലേക്ക് പോകുന്ന ഈ ശരീരത്തിന് വേണ്ടിയാണ് നമ്മുടെ ഈ മനുഷ്യായുസ്സിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്, കൂടുതൽ ഓടുന്നത്, കൂടുതൽ അധ്വാനിക്കുന്നത്. ഈ പൊടിയിലേക്ക് പോകുന്ന ഈ ശരീരത്തിന് വേണ്ടി നമുക്ക് ഈ ലോകത്തിനപ്പുറത്തേക്ക് ഒരിക്കൽ പോലും കൊണ്ടുപോകാൻ പറ്റാത്ത വസ്തുക്കൾക്ക് വേണ്ടിയാണ് ഈ ആയുസ്സിൽ നമ്മുടെ ഓട്ടവും നമ്മുടെ എല്ലാ അധ്വാനവും. അതിനാൽ അത് നശ്വരമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ദിവസം. നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇതാ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നമ്മളെ സൃഷ്ടിച്ചു. അതിനാൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എന്തെല്ലാം എനിക്കുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെതാണ്. ഈ ലോകത്തിൽ 10, 70, 80 വയസ്സ് ഞാൻ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ആ 70 വയസ്സിന് വേണ്ടി അല്ലെങ്കിൽ 70 ആണ്ടുകൾ അല്ലെങ്കിൽ 80 ആണ്ടുകൾക്ക് വേണ്ടി ഞാൻ ലക്ഷ്യം വയ്ക്കേണ്ടതല്ല ഈ ലോകം. മറിച്ച് അതിനപ്പുറത്ത് എനിക്കൊരു ജീവിതമുണ്ട് എന്ന് നമ്മെ ഓരോരുത്തരെയും ഇന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ഈ നിമിഷം ദൈവമേ, നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ,
നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന. അതിനാൽ ഈ ലോകത്തിലെ എല്ലാം നശ്വരമാണ് എന്ന്, ഈ ലോകം വിട്ട് നമ്മൾ പോകേണ്ടി വരുമെന്ന്, മരണം നമ്മൾക്കെല്ലാവർക്കും ഉറപ്പുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്ന്, മരണത്തിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട് എന്ന്, നീ പൊടിയിലേന്ന് വന്നു പൊടിയിലേക്ക് മടങ്ങുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ ആദ്യ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കാതെ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുക, നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുക. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ചു, നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്ക്, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. എത്ര കൃത്യമായിട്ട് അവൻ പഠിപ്പിച്ചു. നിങ്ങൾ ദൈവരാജ്യത്തെ ലക്ഷ്യം വയ്ക്ക്, നിത്യതയെ ലക്ഷ്യം വയ്ക്ക്. ഈ ഭൂമിയിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഒന്നു കുറയാതെ കറക്റ്റ് സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം കൂട്ടിച്ചേർത്ത് നൽകും. ഒരു നിമിഷം നമുക്ക് രണ്ട് കരങ്ങളും വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ ഈ ലോകത്തെ മാത്രം ലക്ഷ്യം വെച്ചോടിയവരാണെങ്കിൽ ഈ നോയമ്പുകാലം നമ്മളെ വിളിക്കുകയാണ് നിത്യതയെ ലക്ഷ്യം വയ്ക്കുവാൻ. ഈ നോമ്പുകാലം നമ്മളെ വിളിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ പല സൗകര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതിനടിമപ്പെടായിട്ട് ജീവിക്കുന്നു. അതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലേക്കും കാരണം. ഇപ്പോൾ ചിലരെങ്കിലും ഈ ശുശ്രൂഷയിൽ നിൽക്കുന്ന ചിലരെങ്കിലും രോഗികളാണ്. ആ രോഗം വല്ലാതെ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു യാഥാർത്ഥ്യം ശരിയാണ്, നിങ്ങൾ ഈ ശരീരത്തിലേക്ക് മാത്രം നോക്കുന്നു. നിസ്സാര സമ്പത്തിൻ്റെ പേരിൽ ശത്രുതയിൽ കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഓർക്കുക, ഒരു തരി പോലും ഈ മരണത്തിനപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്നിട്ടും പ്രിയപ്പെട്ടവരെ ഇതാ ഒരു തരി സ്വത്തിന് വേണ്ടി, അല്പം സമ്പത്തിന് വേണ്ടി നമ്മൾ ശത്രുതയിൽ കഴിയുന്നു. അതിനർത്ഥം നമ്മൾ നിത്യതയെ നോക്കുന്നില്ല. അതിനാൽ നിത്യതയിലേക്ക് നോക്കുവാൻ ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് രണ്ട് കരങ്ങളും വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടി നമ്മെ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ 50 ദിവസങ്ങൾ എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കുവാൻ, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന വ്യക്തിയാകാതെ നിത്യതയ്ക്ക് വേണ്ടിയുള്ളൊരു കൊതി, നിത്യതയ്ക്ക് വേണ്ടിയുള്ളൊരു ആഗ്രഹം, നിത്യതയ്ക്ക് വേണ്ടിയുള്ളൊരു ലക്ഷ്യം യേശുവേ എൻ്റെ ചങ്കിനകത്ത്, എൻ്റെ ഹൃദയത്തിൽ നീ തരണമേ. നമുക്കൊരു നിമിഷം ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും, ഓരോ കുടുംബത്തിൻ്റെ മേലും ഈ ഒരു അഭിഷേകം ദൈവത്തിൻ്റെ ആത്മാവ് നൽകാൻ ആഗ്രഹിച്ച് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്, അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. കരങ്ങൾ നമുക്ക് വീണ്ടും ഹൃദയത്തോട് ചേർക്കാം. വലിയ പരാജയം, വലിയ ദുഃഖം ജോഷുവയുടെ ജീവിതത്തിൽ വരുന്നു. പ്രതീക്ഷിക്കാത്ത ഒരു ഫെയിലിയർ, ഒരു പരാജയം, പ്രതീക്ഷിക്കാത്ത ഒരു തകർച്ച. അത് വന്നപ്പോൾ ജോഷുവ ചെയ്തത്, ജോഷുവയും ശ്രേഷ്ഠന്മാരും അവരുടെ തലയിൽ ഇതാ പൊടി തൂകി അവർ ദൈവത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുന്നു. അതാണ് ജോഷുവ 7:6 വചനത്തിൽ നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം കുടുംബങ്ങളിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. പരിഹരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് ഓടി, ഞാൻ ഒരുപാട് ശ്രമിച്ചു, ഞാൻ അധ്വാനിച്ചു, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തു. എന്നിട്ടും ഒരു തരി പോലും ഒരു മാറ്റം പ്രശ്നത്തിലില്ല. ഇതാ അപ്പോൾ ജോഷുവയും ശ്രേഷ്ഠന്മാരും
തലയിൽ പൊടി തൂകിയതിൻ്റെ അടയാളം എന്താണ്? ദൈവമേ, ഇത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല, ഇത് ഞങ്ങൾ കൂട്ടിയാൽ കൂടുന്ന സാഹചര്യമല്ല. ദൈവമേ, ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ ഒന്നുമില്ലായ്മയാണ്. ഇതിൻ്റെ അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ, ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, എത്ര നാളായി ഒരു കാര്യത്തിന് വേണ്ടി ഓടുന്നു, എൻ്റെ ഈ പ്രശ്നമൊന്ന് പരിഹരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഒറ്റ കാര്യം ചെയ്യുക. ജോബിനെ പോലെ ഒരു പക്ഷേ ഇന്ന് നമ്മുടെ ശിരസിൽ പ്രിയപ്പെട്ടവരെ വിഭൂതി കൊണ്ട് കുരിശ് വരച്ചു. ഒരു പക്ഷേ അത് ബുധനാഴ്ചയായിരിക്കാം. എന്നാൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ മനസ്സുകൊണ്ട് ഒന്ന് നിൻ്റെ തലയിൽ പൊടി തൂകുക. എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയുക, ഞാൻ ബലഹീനനാണ്. വചനം പറയുന്നുണ്ട്, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നത്. ദൈവമേ, ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ കുറവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മൾ കാണാൻ തുടങ്ങും. നമുക്കൊരു നിമിഷം ഒരിക്കൽ കൂടി 2 കരങ്ങളും വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഇതാ ജോഷുവയെപ്പോലെ നമ്മൾ നിൽക്കുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പരാജയം, പ്രതീക്ഷിക്കാത്തൊരു തകർച്ച നമ്മുടെ കുടുംബത്തിൽ. നമ്മൾ ഒരുപാട് ഓടി, നമ്മൾ ഒരുപാട് ശ്രമിച്ചു, നമ്മൾ ഒരുപാട് അധ്വാനിച്ചു, നമ്മൾ ഒരുപാട് അതിനു വേണ്ടി പലയിടങ്ങളിലും പല വാതിലുകളിലും മുട്ടി. എന്നാൽ ഇതുവരെയും ഒരു ഉയർച്ചയും കാണാതെ പ്രിയപ്പെട്ടവരെ നമ്മൾ നിൽക്കുമ്പോൾ, ഇതാ ജോഷുവയുടെ ജീവിതത്തിൽ, ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ട കർത്താവ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ അനേകം കുടുംബങ്ങളിൽ ഇടപെടുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. നീ ഒരു കാര്യം ഏറ്റുപറയുക, ദൈവമേ, ഞാൻ ബലഹീനനാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്, ഞാൻ കുറവുള്ളവനാണ്, നിന്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ യോഗ്യനല്ല. ദൈവമേ, എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നത്തിൻ്റെ മുമ്പിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്. ദൈവമേ, നീ എൻ്റെ മുമ്പിൽ ഇറങ്ങണമേ, നീ എൻ്റെ മുമ്പിൽ നിൽക്കണമേ, നീ എനിക്ക് മുമ്പേ നടക്കണമേ. ഇതായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥന. നമുക്ക് 2 കരങ്ങളും വീണ്ടും വിശുദ്ധ കുർബാനയുടെ നേരെ നീട്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് വേദനയോടെ നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളോടെ നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. ഒരുപാട് ഓടിയിട്ടും ഒരുപാട് അധ്വാനിച്ചിട്ടും മനസ്സും ശരീരവും തളർന്നിട്ടും എങ്ങും എത്താൻ പറ്റാതെ നിൽക്കുന്ന സകല കുടുംബങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ അരൂപി ഇറങ്ങാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി ഇങ്ങനെയുള്ള കുടുംബങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങാൻ യേശുവെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബലവാനായ ദൈവമേ, ബലമേകിടണമേ. ബലവാനായ ദൈവമേ, ബലമേകിടണമേ. ബലവാനായ ദൈവമേ, ബലമേകിടണമേ. കരങ്ങൾ നമുക്ക് ഹൃദയത്തോട് ചേർക്കാം. 3 ജോബിൻ്റെ പുസ്തകം 42:6 നമ്മൾ കണ്ടു, പശ്ചാത്താപത്തിൻ്റെ അടയാളമായി, അനുതാപത്തിൻ്റെ അടയാളമായി ജോബ് തലയിൽ പൊടി തൂകുന്നു, ചാരം തൂകുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്നലകളിൽ എവിടെയെല്ലാം നമ്മൾ ദൈവത്തിൽ നകന്നുവോ, ഇന്നലകളിൽ എവിടെയെല്ലാം നമ്മൾ പാപത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ചുവോ, ഇന്നലകളിൽ എവിടെയെല്ലാം നമ്മൾ ഇടറിയോ, അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ ഇതാ മനസ്സുകൊണ്ട്, എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തയുണ്ട്. ഒരു പക്ഷേ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, ഈ നോയമ്പിലേക്ക് പ്രവേശിക്കുമ്പോഴും ഞാൻ അത്ര പരിശുദ്ധിയോടെയൊന്നുമല്ല, അശുദ്ധിയോടെയാണ്. എത്രയോ തവണ കുമ്പസാരത്തിലേറ്റു പറഞ്ഞു, എത്രയോ തവണ ഞാൻ പ്രാർത്ഥിച്ചു, എന്നിട്ടും പരിഹരിക്കാൻ പറ്റാത്ത ചില പാപത്തിൻ്റെ മേഖലകൾ എൻ്റെ ഉള്ളിൽ, എൻ്റെ ജീവിതത്തിലുണ്ട്. ഈ നിമിഷം പ്രാർത്ഥിക്കുക, അത് വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി കരങ്ങൾ രണ്ടും
വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടി, വിശുദ്ധ കുർബാനയിലേക്ക് കരങ്ങൾ നീട്ടി നമ്മളെ വിശുദ്ധീകരിക്കണമേ എന്ന ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യരൂപ കരുണാമയ കനിയൂ എന്നിൽ നീ. യേശുവേ കാരുണ്യരൂപ കരുണാമയ കനിയൂ എന്നിൽ നീ. കരങ്ങൾ നമുക്ക് ഹൃദയത്തോട് ചേർക്കാം. നാലാമത്, പ്രിയപ്പെട്ടവരെ, ഹെബ്രായർ 9:13 അനുസരിച്ച് അത് ശുദ്ധീകരിക്കുന്നതിൻ്റെ അടയാളമാണ്. നമ്മൾ രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്ക്. ശുദ്ധീകരിക്കപ്പെടേണ്ട ഇത് നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ് ആണ്. നമ്മൾ ഈ 3 മേഖലകൾ, മനസ്സ്, ആത്മാവ്, ശരീരം, ഈ 3 മേഖലകൾ ശുദ്ധീകരിക്കുന്ന ദിവസങ്ങളാണ് നോയമ്പ് കാലഘട്ടം. ശുദ്ധീകരിക്കുക, നിന്നെ തന്നെ ശുദ്ധീകരിക്കുക. ഇത് ശുദ്ധീകരിക്കുന്നതിൻ്റെ അടയാളമാണ്. അതിനാൽ ശുദ്ധീകരണത്തിൻ്റെ നാളുകളിലേക്ക് എന്നെ സഭ കൊണ്ടുപോകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ നെറ്റിയിൽ ചാരം പൂശുന്നത് വഴി 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ കുടുംബത്തിൽ ശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകൾ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകൾ ദൈവമേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ 5-ാമത്തെ മേഖല ഇതാണ്. ഇതാ, മലാക്കി പ്രവചനമനുസരിച്ച് നിന്റെ ശത്രുക്കളെ ചാരവും പൊടിയുമാക്കും. ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്, എന്നാൽ എന്നോട് വെറുപ്പുള്ളവർ, എന്നോട് ദേഷ്യമുള്ളവരുണ്ട്. ദൈവമേ, ആർക്കെല്ലാം എൻ്റെ മേൽ വെറുപ്പും ദേഷ്യവുമുണ്ടോ, ആരെല്ലാം എനിക്ക് ശത്രുത ആയിട്ടുണ്ടോ, അവരുടെ എല്ലാം ശത്രുതയെ നീ ഇല്ലാതാക്കണമേ. ആ ശത്രുതയെ നീ നിർവീര്യമാക്കണമേ. പ്രാർത്ഥിക്കാം. നമുക്ക് 2 കരങ്ങളും നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് നീട്ടുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എനിക്കിവർ ശത്രുക്കളാണ്. എൻ്റെ ഉയർച്ചയ്ക്ക്, എൻ്റെ നന്മയ്ക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയ്ക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഇവരുടെ ശത്രുക്കളാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. അവരെ നശിക്കാനല്ല, അവരുടെ ഉള്ളിലെ ശത്രുത, വിരോധം, അത് ചാരമാകാൻ, അത് ചാമ്പലാകാൻ നമുക്ക് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യരൂപ കരുണാമയ കനിയൂ ഞങ്ങളിൽ നീ. യേശുവേ കാരുണ്യരൂപ കരുണാമയ കനിയൂ ഞങ്ങളിൽ നീ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ 50 ദിവസത്തിൽ ഇന്ന് നമ്മൾ കേട്ട വചനം, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം ചെയ്യും. 1, നമ്മളുടെ കുടുംബ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ. കുടുംബ വിശുദ്ധീകരണത്തിൻ്റെ നിയോഗമാണ് ഇപ്പോൾ സമർപ്പിക്കുന്നത്. കുടുംബം, എൻ്റെ കുടുംബത്തിലെ ഓരോ വ്യക്തികളും വിശുദ്ധീകരിക്കപ്പെടണം. ഈ നിയോഗത്തോടെ പ്രാർത്ഥിക്കുക. നമുക്ക് ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. കരങ്ങൾ ഉയർത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യരൂപ കരുണാമയ കനിയൂ ഞങ്ങളിൽ നീ. കാരുണ്യരൂപ കരുണാമയ കനിയൂ ഞങ്ങളിൽ നീ. കാരുണ്യരൂപ കരുണാമയ കനിയൂ ഞങ്ങളിൽ നീ. കാരുണ്യരൂപ കരുണാമയ കനിയൂ ഞങ്ങളിൽ നീ.
പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ച പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം ജോഷുവ 3:5. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും.